ക്യാമ്പസ് ലഹരി കേന്ദ്രീകൃതമെന്ന് സമ്മതിച്ച് കാലടി സംസ്കൃത സർവകലാശാല. SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സമരം ലഹരി മാഫിയയുടെ ഒത്താശയോടെ ആണെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഉത്തരവുകൾ നടപ്പിലാക്കാൻ സർവകലാശാലയ്ക്കും ഉദ്യോഗസ്ഥർക്കും പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. SFIക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയാണ് കാലടി സർവകലാശാല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ കാലടി സർവകലാശാലയിൽ SFIക്കെതിരെ സർവകലാശാല തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു ക്യാമ്പസ് അത് ലഹരി കേന്ദ്രീകൃതം എന്ന് സർവകലാശാല തന്നെ സമ്മതിക്കുകയാണല്ലേ? ക്യാമ്പസ് ലഹരി കേന്ദ്രീകൃതം എന്ന് സമ്മതിച്ച് കാലടി സംസ്കൃത സർവകലാശാല. SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സമരം ലഹരി മാഫിയയുടെ ഒത്താശയോടെ ആണെന്നാണ് ആക്ഷേപം. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്യാമ്പസ് ലഹരി, അതായത് ലഹരി കേന്ദ്രീകൃതം എന്ന് കാലടി സംസ്കൃത സർവകലാശാല തന്നെ സമ്മതിക്കുകയാണല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലടിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു മാസത്തിലോളമായി SFIയുടെ ഒരു വലിയ സമരം ഇവിടെ നടന്നു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി അവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള സമയവും ഇല്ലാതെ ഏത് സമയത്തും ഹോസ്റ്റലിൽ കയറാനുള്ള ഒരു അനുമതി, അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. നേരത്തെ തന്നെ നമുക്കറിയാം, പല തവണ പല വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള പരാതികൾ സർവകലാശാല അധികൃതർക്ക് നൽകിയിരുന്നു. ലഹരി മാഫിയയുടെ പിടിയിലേക്ക് സർവകലാശാല ആസ്ഥാനം ഒന്നാകെ മാറിയിരിക്കുകയാണ്. സാധാരണക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ യാതൊരു തരത്തിലുള്ള നിർവാഹവും ഇല്ലാത്ത അത്ര അരക്ഷിത അവസ്ഥയിലേക്ക് വരുന്നു. ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നു എന്നുള്ള ഗുരുതരമായുള്ള പരാതികൾ സർവകലാശാല അധികൃതർക്ക് ഒന്നല്ല പലതവണ നൽകിയിരിക്കുന്നതാണ്. പല പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPMൻ്റെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജൂലൈ 1 മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ സർവകലാശാലയിൽ ഏർപ്പെടുത്തിയത്. ആ സമയം മുതലാണ് ഈ സിൻഡിക്കേറ്റിനെതിരെയും അതോടൊപ്പം തന്നെ സർവകലാശാല അധികൃതർക്കെതിരെയും SFI തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തി വരുന്നത്. ആ സമരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബാഹ്യ പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ലായിരുന്നു. ഇത് കൃത്യമായി തന്നെ സർവകലാശാല അധികൃതർ തന്നെ ഔദ്യോഗികമായി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഇത് സംബന്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായത്. ഇന്നലെയാണ് സർവകലാശാലയിൽ ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും സംരക്ഷണം തേടി ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ കാലടി SHIക്കും സർവകലാശാല അധികൃതർ കത്ത് നൽകിയത്. ഇതിന് പിന്നാലെ ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ ഗുരുതരമായുള്ള ആരോപണമുള്ളത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി വിരുദ്ധ സംഘങ്ങൾ കൃത്യമായി സർവകലാശാലയിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. അവർ സർവകലാശാലയ്ക്ക് ഉള്ളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സമരം നടത്തുന്നവർ തന്നെയാണ് ഇവർക്ക് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ ഈ സമരത്തിന് കൃത്യമായുള്ള ഒരു പിന്തുണ ബാഹ്യശക്തികൾ നടത്തുന്നു. ക്യാമ്പസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ആളുകൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്നുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ സർവകലാശാല അധികൃതർ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സർവകലാശാല തന്നെ ഈ ലഹരി മാഫിയയെ തങ്ങളുടെ ക്യാമ്പസിലുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഒരു ഗതികേടിലേക്ക് തന്നെ കേരളം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാലടി സംസ്കൃത സർവകലാശാല തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും. നമുക്കറിയാം, സർവകലാശാലയെ സംബന്ധിച്ചുള്ള ഗുരുതരമായുള്ള പരാതികൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരം ഒരു വിവാദം എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് നിഖിലെ ഉള്ളത്. ശരി അരുൺ, ക്യാമ്പസ് ലഹരി കേന്ദ്രീകൃതം എന്ന് സംബന്ധിച്ച് കാലടി സംസ്കൃത സർവകലാശാല SFIയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സമരം ലഹരി മാഫിയയുടെ ഒത്താശയോടെയാണ് എന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരം നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.